പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി പരസ്പര സ്നേഹത്തിലും ധാരണയിലും ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആശകളും അഭിലാഷങ്ങളും പ്രതീക്ഷകളും ഉത്കണ്ഠകളും വിജയങ്ങളും പരാജയങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരുപോലെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തരാക്കണമേ. പരസ്പരം പഴിചാരുവാനും കുറ്റപ്പെടുത്തുവാനും ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുത്. എല്ലാവിധ തെറ്റിദ്ധാരണകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ലോകത്തിലെ യാതൊരു ശക്തിക്കും വ്യക്തിക്കും ഞങ്ങളെ വേർതിരിക്കുവാൻ കഴിയാതിരിക്കട്ടെ. ഞങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും ഏകമനസ്സോടെ അങ്ങയുടെ സന്നിധിയിൽ അണയുവാനും പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും വേണ്ട ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും വിശ്വസ്തയോടെ നിറവേറ്റി അങ്ങേക്ക് പ്രീതികരമായ വിധം ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ, ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള നമ്മുടെ ഭവനത്തിലുള്ളവരെയും മറ്റു വ്യക്തികളുടെയും പേരുകൾ ഇവിടെ പറയുക. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങേ പുത്രന്റെ അനന്തമായ സ്നേഹത്തിലും അങ്ങയിലുള്ള വിശ്വാസത്തിലും അങ്ങേക്ക് പ്രീതികരമായ ജീവിതത്തിലും വളർന്നു വരുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ. തിന്മയുടെ എല്ലാവിധ ശക്തികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ നീലാംഗിയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ പൊതിയണമേ. അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളോടും ഞങ്ങളുടെ ഭവനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. ഈ നിമിഷം നമുക്ക് അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയായ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആവർത്തിച്ച് 9 പ്രാവശ്യം നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം പങ്കുചേരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിൽ വരികയും നമ്മുടെ കണ്ണുനീർ തുടക്കുകയും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരും. അങ്ങനെ കൃപാസനം അമ്മയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നമ്മുടെ ഭവനത്തിലും നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ,
സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേകമായ നിയോഗം, നമ്മുടെ ആവശ്യങ്ങളെ ഇവിടെ പറയുക. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.